എങ്ങനെയാണ് മുത്തുനബി നമ്മളെ ശരിക്കും സ്നേഹിക്കേണ്ടത്? മുത്തുനബി എന്ന് പറഞ്ഞാലേ എനിക്ക് തോന്നുന്നത് നമ്മുടെ മുമ്പിലുള്ള ഈ കടല് പോലെ പ്രണയത്തിന്റെ ഒരു കടലാണ്. ചിലപ്പോൾ ചില ആളുകൾ കടലോരത്ത് വന്ന് ഈ സായാഹ്ന സമയത്ത് അസ്തമയ സൂര്യനൊക്കെ സാക്ഷി നിർത്തി 2 സെൽഫി എടുത്ത് അവർ തിരിച്ചു പോകും. വേറെ ചില ആളുകളുണ്ട്, അവർ കടലിലൊന്ന് ഇറങ്ങി നനഞ്ഞ് കുളിച്ചിട്ട് അവർ തിരിച്ചു പോകും. വേറെ ചില ആളുകൾ തോണിയും മഞ്ചൊക്കെ എടുത്ത് തുഴഞ്ഞ് നടുക്കടലിലേക്ക് പോയി ഒരുപാട് മീനുകളൊക്കെ വാരി കൂട്ടിയിട്ട് അവർ കടലിൽ നിന്ന് തിരിച്ചു വരും. എന്നാൽ ചില ആളുകൾ അവർ കടലിലേക്ക് പോയാൽ അവർ പിന്നെ തിരിച്ചു വരില്ല. ഈ തിരമാലകളുടെ കൂടെ അലയടിച്ച് അവരെങ്ങനെ കടലായിട്ട് മാറും. കടലിൽ മുങ്ങി മരിച്ചെന്നത് കേൾക്കാറില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ജനങ്ങൾ പല രീതിയിലാണ് പ്രവാചകനെ സ്നേഹിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും പല ഭാവത്തിൽ ഒരു പ്രവാചകനുണ്ട്. അല്ലെങ്കിൽ കടലൊഴുകുന്നത് മുഖം നോക്കിയിട്ടല്ലല്ലോ, വീടും നാടും കാടും മാനത്ത് മേഘം വരെ നനയുന്നത് ഈ കടലിലെ വെള്ളം കൊണ്ടല്ലേ.